ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം യുഎന്നിൽ വലിയ വിമർശനമാണ് ഉന്നയിച്ചത്. യുഎൻ എന്തിനു വേണ്ടി ലോകത്ത് പ്രവർത്തിക്കുന്നു എന്നാണ് ട്രംപ് തുറന്നു ചോദിച്ചത്. മാത്രമല്ല, 7ഓളം യുദ്ധങ്ങൾ താൻ ഇടപെട്ടാണ് ലോകത്ത് സമാധാനത്തിന്റെ പാതയിലേക്ക് കൊണ്ടുവന്നത്. ഓപ്പറേഷൻ സിന്ദൂർ, ഇന്ത്യ പാകിസ്ഥാൻ വിഷയം ഉൾപ്പെടെ അതിൽ പെടും. അങ്ങനെ ട്രംപ് പറഞ്ഞു പോയത് മുഴുവൻ യുഎന്നിനെതിരെയുള്ള വിമർശനങ്ങൾ മാത്രമാണ്. ആക്ഷേപിച്ചു, പരിഹസിച്ചു. നോബൽ സമ്മാനം തനിക്ക് വേണമെന്ന് പോലും വാശി പിടിക്കുന്ന ഒരു ട്രംപിനെ നമ്മൾ യുഎന്നിൽ കണ്ടു. യഥാർത്ഥത്തിൽ യുഎന്നിൽ ട്രംപ് നടത്തിയ പ്രസംഗം മാത്രമല്ല, യുഎന്നിനെ വിമർശിച്ച കാര്യം, നോബൽ പ്രൈസിന്റെ കാര്യത്തിൽ ട്രംപ് എടുക്കുന്ന ചില നിലപാട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആഗ്രഹം, സ്വപ്നം, ഇതിനെയൊക്കെ വിനോദ് സാർ എങ്ങനെ വിലയിരുത്തും? എനിക്ക് ദുഃഖമുണ്ട് ഈ ഡൊണാൾഡ് ട്രംപിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ. അദ്ദേഹത്തിന്റെ ആ ഒരു ഗതികേടിൽ എനിക്ക് ദുഃഖമുണ്ട്. എന്നാലും അദ്ദേഹത്തോട് സഹതപിച്ചുകൊണ്ട് തന്നെ നമുക്ക് നോക്കാം. ഈ സെപ്റ്റംബർ 23, 2025 UN ജനറൽ അസംബ്ലി, അതായത് എല്ലാ ആളുകളുമുള്ള, ഇതിനകത്ത് രാഷ്ട്ര നേതാക്കൾ വന്ന് സംസാരിക്കുന്നത് അത്ര കോമൺ അല്ല. അവരുടെ പ്രതിനിധികളാണ് പലപ്പോഴും സംസാരിക്കുക. അപ്പൊ അങ്ങനെ ഡൊണാൾഡ് ട്രംപ് അവിടെ നടത്തിയ പ്രസംഗം ചർച്ചയാകാതിരിക്കാൻ വഴിയില്ല. കാരണം എന്ന് പറഞ്ഞാൽ, ഈ ഡൊണാൾഡ് ട്രംപിന് നമ്മുടെ ഈ ഐക്യരാഷ്ട്ര സഭയോട് പരമപുച്ഛമാണ്. അത് പലവട്ടം അദ്ദേഹം പ്രകടമാക്കിയിട്ടുണ്ട് ഇതിന് മുൻപ് തന്നെ. അതുകൊണ്ട് തന്നെ ഡൊണാൾഡ് ട്രംപ് അവിടെ വരുമ്പോൾ എന്ത് സംസാരിക്കുമെന്ന് മറ്റുള്ള രാജ്യങ്ങൾ കാതോർത്തിരിക്കുമെന്നുള്ളതിനകത്ത് വലിയ അത്ഭുതമൊന്നുമില്ല. മാത്രമല്ല, ഇന്നലെ തന്നെ ഈ കൂനിന്മേൽ കുരു എന്ന് പറഞ്ഞ പോലെ ഇന്നലെ കയറി വരുന്ന സമയത്ത്, നേരും ഭാര്യയുമായിട്ടാണ് വന്നത് മെലീന ട്രംപ്. അപ്പൊ വന്ന സമയത്ത് കയറി നമ്മുടെ എസ്കലേറ്ററിൽ കയറി ഒരു സ്റ്റെപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ, ഒരടി മുന്നോട്ട് പോയപ്പോൾ തന്നെ അതങ്ങ് നിന്നു. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും നോക്കി. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ പുള്ളിയുടെ ഭാര്യ നടന്നങ്ങ് കയറിപ്പോയി. പിന്നെ പുള്ളിക്ക് വേറെ മാർഗമില്ലാതായി, പുള്ളിയും നടന്ന് കയറിപ്പോയി. അത് കഴിഞ്ഞ് UN അസംബ്ലിയിൽ ചെന്ന് നിന്നിട്ട് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ഇവർക്കെല്ലാം ടെലിപ്രോംപ്റ്റർ ഉണ്ട്. ആ ടെലിപ്രോംപ്റ്റർ വർക്ക് ചെയ്യുന്നില്ല. അപ്പൊ അവിടെയും പെട്ടു. അപ്പൊ പുള്ളി ആദ്യം ഈ പറഞ്ഞ പോലെ ഇടതുകാല് വെച്ചിട്ടാണ് തുടങ്ങിയത് തന്നെ. അവരെ തെറി പറയാൻ വേണ്ടി ആയിരിക്കും പോയത്. അതിന് കൂനിന്മേൽ കുരു എന്ന പോലെ ഒരു അടിയും കൂടെ കിട്ടിയപ്പം പുള്ളി ന്യായമായും അത് പറഞ്ഞിട്ടുണ്ടാവും. എന്തൊക്കെ പറഞ്ഞാലും അയാള് ഈ സോവറിറ്റി എന്ന് പറയും. സോവറിറ്റി എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിന്റെ പരമാധികാരം, പരമ താല്പര്യം, ഇതാണ് സോവറിറ്റി. പിന്നൊന്ന് ഗ്ലോബലിസം. ഈ UN എന്ന് പറയുന്നത് ഗ്ലോബലിസത്തിന്, ലോകമെല്ലാം ഒന്നാണ്, എല്ലാവരും സഹകരിക്കണം എന്ന് പറയുന്ന സംഘടനയാണ് UN, ഐക്യരാഷ്ട്രസഭ. അതിനുവേണ്ടിയാണ് അത് ഉണ്ടാക്കിയത്. അപ്പൊ അദ്ദേഹത്തിന്റെ സങ്കല്പങ്ങൾക്ക് ഘടകവിരുദ്ധമാണ് UN സങ്കല്പം. എല്ലാവരും എല്ലാവരും പരസ്പരം സഹായിക്കണം, ആളുകളെ ബഹുമാനിക്കണം, അവരെ ഗതികേടുന്നവരെ സഹായിക്കണം. ഇതൊക്കെയാണ് UN സങ്കല്പങ്ങൾ. അതിനുവേണ്ടിയാണ് UN ഉണ്ടാക്കിയത്. ഇതിന് ഘടകവിരുദ്ധമാണ് ഇദ്ദേഹത്തിന്റെ ഈ സോവറിറ്റി എന്ന് പറയുന്നത്. അമേരിക്ക, പുള്ളിക്ക് മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ, അല്ലെങ്കിൽ അമേരിക്ക ഫസ്റ്റ് എന്നുള്ളതാണ് തൽക്കാലം സങ്കല്പം. പിന്നെ നോബൽ സമ്മാനം കിട്ടുമെങ്കിൽ സന്തോഷം. അപ്പൊ അങ്ങനെ ഈ രാജ്യങ്ങളുടെ അധികാരം സംരക്ഷിക്കണം, ഈ ഗ്ലോബലിസ്റ്റ് അജണ്ടകളെല്ലാം രാജ്യങ്ങളെ തകർക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ട്രംപിന്റെ കാഴ്ചപ്പാട്. അത് അദ്ദേഹം അവിടെ വെച്ച് പറഞ്ഞു എന്നേ ഉള്ളൂ. പിന്നെ മാത്രമല്ല, അദ്ദേഹത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത് ഈ മൈഗ്രേഷൻ. ഈ ഒരു രാജ്യത്തു നിന്നുള്ള ജനങ്ങൾ മറ്റേ രാജ്യത്തിന്റെ സമ്മതമില്ലാതെ ഓരോ കാരണങ്ങൾ പറഞ്ഞ് കുടിയേറുന്നതിനാണ് മൈഗ്രേഷൻ എന്ന് പറയുന്നത്. മറ്റേതിപ്പം നമ്മളൊരാൾ അവിടെ ജോലിക്ക് പോകുന്നതിന് മൈഗ്രേഷൻ എന്ന് പറയില്ല. അപ്പോ മാത്രമല്ല, അദ്ദേഹം ഉപയോഗിക്കുന്ന പദം ഈ വിദേശ രാജ്യങ്ങളിലുള്ളവരെ ഏലിയൻ എന്നാണ്, അതായത് അന്യഗ്രഹ ജീവികൾ എന്നാണ് കറക്റ്റ് പറഞ്ഞ അതിന്റെ മലയാളം. അപ്പൊ ഏലിയൻസ് എന്നാണ് വിളിക്കുന്നത്. വേറെ ഇതിനു മുമ്പൊന്നും അങ്ങനെ വിളിച്ചിരുന്നോ എന്ന് സംശയമാണ് ഓപ്പണായിട്ട്. അപ്പം അതിർത്തികൾ അടയ്ക്കുക, അനധികൃതമായ കുടിയേറ്റക്കാരെ പുറത്താക്കുക എന്നുള്ളതാണ് പുള്ളിയുടെ സത്യമായ അല്ലെങ്കിൽ ശക്തമായ സന്ദേശം. അടുത്തത്, ഈ UN മറ്റ് ലോക രാജ്യങ്ങളൊക്കെ ഈ ക്ലീൻ എനർജി, ഗ്രീൻ എനർജി എന്ന് പറയുമ്പോൾ നമ്മുടെ ട്രംപിന് അതിനോട് പരമപുച്ഛമാണ്. അദ്ദേഹം പറഞ്ഞ ഈ ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്നത് തന്നെ വലിയ ഒരു കള്ളമാണ്, അല്ലെങ്കിൽ വലിയ ഒരു UN കബളിപ്പിക്കലാണ് എന്നാണ് അദ്ദേഹം ഉറപ്പായിട്ടും വിശ്വസിക്കുന്നത്. ഗ്രീൻ എനർജി എന്ന് പറയുന്നതിനെ എപ്പോഴും വിമർശിക്കാറുണ്ട്. അദ്ദേഹത്തിന് ഇഷ്ടം പെട്രോളും ഡീസലുമാണ്. അപ്പൊ ഈ ഫോസിൽ എനർജി ഇന്ധനങ്ങളെയാണ് അദ്ദേഹം പ്രോത്സാഹിപ്പിക്കുന്നത്. അത് മാത്രമാണ് സത്യം എന്ന് പറയുന്നത്. ഇതൊക്കെ ട്രംപിന്റെ ഓരോരോ സമയത്തെ ഓരോരോ വിചാരങ്ങളാണെന്നുള്ളത് ഒരു ദൗർഭാഗ്യകരമായ കാര്യമാണ്. ലോകം എന്ത് വിചാരിക്കുന്നു എന്നുള്ളതൊന്നും പുള്ളിക്ക് ഒരു പ്രശ്നമേ അല്ല. പിന്നെയാണ് അതിന്റെ കൂട്ടത്തില് ഈ നേരത്തെ പറഞ്ഞ പോലെ, നീത്തു പറഞ്ഞതുപോലെ,
ഞാൻ 7 യുദ്ധങ്ങൾ ഇല്ലാതാക്കിയവനാണ്. 7 യുദ്ധങ്ങളെ ഇല്ലാതാക്കിയവനാണ്. അതുകൊണ്ട് ഇവിടെ പറഞ്ഞില്ല, വേറെ സ്ഥലത്ത് പറഞ്ഞ എനിക്ക് 7 നോവൽ, ഒരു നോവലല്ല 7 നോവലുകൾ കിട്ടാൻ അർഹനാണെന്ന് പറയുന്ന ഒരു അസാമാന്യമായ ഈഗോ ഉള്ള ഒരു മനുഷ്യനാണ് ഈ ട്രംപ്. അപ്പൊ അതുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട മാത്രമല്ല, ഈ UN ചെന്ന് നിന്നിട്ട് തന്നെ UN പറഞ്ഞു, നിങ്ങൾ വെറും പൊള്ളയായ വാക്കുകൾ മാത്രം പറയുന്ന ഒരു സംവിധാനമാണ് എന്ന് ഈ UN-നകത്ത് വെച്ചിട്ട് തന്നെ അദ്ദേഹം പറയുകയുണ്ടായി എന്നുള്ളതാണ്. അതൊരു വളരെ അത്ഭുതപ്പെടുത്തുന്ന സാധനമാണ്. ഇത് കഴിഞ്ഞിട്ടാണ് ഇന്ത്യയെ പറ്റി പറഞ്ഞത്. ഇന്ത്യയെ പറ്റി പറഞ്ഞത് എന്താണ്? ഇന്ത്യയാണ് പ്രൈമറി ഫണ്ട്. നോക്കൂ അതിന്റെ ഒരു തമാശ. അമേരിക്ക പറയുന്നു റഷ്യ ഉക്രൈൻ യുദ്ധത്തില് റഷ്യയെ ഫണ്ട് ചെയ്യുന്നത് പ്രൈമറി ഫണ്ടിങ് ബൈ ഇന്ത്യ ആണെന്നാണ് പറയുന്നത്, പിന്നെ ചൈനയും. അപ്പൊ ആ ലെവലിലോട്ട് ഇന്ത്യ മാറി എന്നുള്ളതെങ്കിലും നമ്മൾ ഇന്ത്യക്കാരെ അഭിമാനിക്കണം. അതായത് അമേരിക്കൻ പ്രസിഡന്റ് പറയുന്നു റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധത്തില് റഷ്യയെ ഫണ്ട് ചെയ്യുന്നത് ഇന്ത്യയാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് വളരെ സന്തോഷം തോന്നി. ആ ലെവലിലോട്ട് ഭാരതം ഉയർന്നല്ലോ എന്നുള്ള കാര്യത്തിൽ. അപ്പം ഇതിനകത്ത് അതിനെ സ്വാധീനിച്ചിട്ടാണ് പറയുന്നത്. അതായത് റഷ്യ എന്നുള്ള നമ്മൾ ക്രൂഡ് ഓയിൽ വളരെ വില കുറഞ്ഞ് മേടിച്ച് അതിനെ റിഫൈൻ ചെയ്ത് ഓയിലും പെട്രോളും ഡീസലും ഒക്കെ ആക്കി മറ്റ് രാജ്യങ്ങൾക്ക് അയച്ചു ചെയ്യും. ആ കാശ് തിരിച്ച് റഷ്യയിൽ എത്തുന്നു. ഇത് ഉപയോഗിച്ചാണ് റഷ്യയെ ഉക്രൈനെ തകർക്കാൻ ശ്രമിക്കുന്നത്. റഷ്യ ഉക്രൈനെ തകർക്കുന്നത് നിർത്തണമെങ്കിൽ ഇന്ത്യ സഹായിക്കുന്നത് നിർത്തണം. ഇതൊക്കെയാണ് അദ്ദേഹം ധ്വനിപ്പിക്കുന്ന കാര്യങ്ങൾ. അപ്പൊ ഈ ലെവലിലോട്ടാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അദ്ദേഹം നേരത്തെ പറഞ്ഞ 7 യുദ്ധം താൻ നിർത്തിയെന്ന് അവകാശപ്പെടുന്നതിൽ ഒരു യുദ്ധം ഏതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്ത്യ പാക് യുദ്ധമാണ്. അത് ഇന്ത്യ അന്ന് തുടങ്ങി പറയാണ് ഈ അമേരിക്ക ഇതിനകത്ത് യാതൊന്നും ചെയ്തിട്ടില്ലെന്ന്. മാത്രമല്ല കഴിഞ്ഞ 2 ആഴ്ചക്ക് മുന്നേ, ഒരാഴ്ചക്ക് മുന്നെയോ പാകിസ്ഥാനിൽ നിന്നുള്ള ഒരു മന്ത്രിയും പറയുണ്ടായി, ഇല്ല അത് ഞങ്ങളും ഇന്ത്യയും തമ്മിൽ ഉണ്ടാക്കിയ കരാറാണ്, അമേരിക്കയ്ക്ക് അതിനകത്ത് വലിയ പങ്കൊന്നും ഇല്ലായിരുന്നു. അപ്പൊ അത് തന്നെ ചീറ്റിപ്പോയി. ഇനി മറ്റേ ഏതൊക്കെ യുദ്ധങ്ങൾ നിർത്തിയ കാര്യമാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നതെന്ന് ദൈവത്തിനോട് തന്നെ ചോദിക്കണം. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയാണ് കാര്യം. അപ്പൊ ഇന്ത്യക്ക് ഒരു കുത്തും കൂടെ കൊടുത്തിട്ടാണ് ഈ പ്രസംഗം അവസാനിപ്പിച്ചത്. മാത്രമല്ല ലോകരാഷ്ട്രങ്ങൾ, ഞാൻ മനസ്സിലാക്കുന്നത് ലോകരാഷ്ട്രങ്ങൾ പലതും അദ്ദേഹത്തോട് നീരസം പ്രകടിപ്പിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ഈ UN-ൽ ഇവിടെ വരുന്നതിന് മുമ്പ് തന്നെ ന്യൂയോർക്കിലോട്ട് വലിയ പ്രൊട്ടസ്റ്റുകളൊക്കെ നടന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് അതിന്റെ കാര്യങ്ങളുടെ കിടപ്പ്. അതാണ് എന്റെ ആദ്യ നിരീക്ഷണം. അങ്ങനെയാണെങ്കിൽ പോലും വിനോദ് സാർ, ട്രംപ് പറയുന്ന മണ്ടത്തരങ്ങൾ അല്ലെങ്കിൽ ട്രംപിന്റെ ഈഗോ, അഹങ്കാരം, ധാർഷ്ട്യം ഇതൊക്കെ നമുക്ക് മാറ്റിവെക്കാം. പക്ഷേ അപ്പോഴും പറയാനുള്ള ഒരു കാര്യം, UN എടുക്കേണ്ടുന്ന ചില വിഷയങ്ങളിൽ UN എടുക്കേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്. ട്രംപ് പറഞ്ഞ ഒരൊറ്റ വാചകം നമുക്കൊന്ന് എടുക്കാം. വെറും വാക്ക് പറഞ്ഞുകൊണ്ടല്ല യുദ്ധം അവസാനിപ്പിക്കേണ്ടത്, വാക്കുകളിൽ കൂടിയല്ല നടപടികളിൽ കൂടിയാണ് എന്ന് ട്രംപ് പറയുകയുണ്ടായി. അക്ഷരാർത്ഥത്തിൽ UN ഈ രീതിയിൽ ഇടപെടൽ നടത്തുന്നുണ്ടോ? വാക്കുകൾ കൊണ്ട് ഉടൻ റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കണം എന്ന് പറയുന്നതല്ലാതെ UN എടുക്കേണ്ടതായ യുഎന്നിന്റെ കൺട്രോളിൽ വരുന്ന ചില കാര്യങ്ങളുണ്ട്. അതിലൂന്നിക്കൊണ്ട് UN യുദ്ധങ്ങൾ അവസാനിപ്പിക്കാൻ ഈ സമീപകാലത്തായി എന്തെങ്കിലും ഒരു നടപടി എടുത്തതായി നമുക്ക് ആർക്കെങ്കിലും ഒരു അറിവുണ്ടോ? അതിനകത്ത് ഇത് നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും വലിയ കോംപ്ലിക്കേറ്റഡ് ആണ് ഈ പ്രശ്നം. ഈ ഐക്യരാഷ്ട്രസഭ ഉണ്ടായ സാഹചര്യമല്ല ഇപ്പം നിലവിലുള്ളത്. മാത്രമല്ല ഐക്യരാഷ്ട്രസഭയ്ക്ക് ഏറ്റവും വലിയ ഫണ്ടിങ് ചെയ്തിരുന്നത് അമേരിക്കയാണ്. അമേരിക്കൻ ഫണ്ട് കൊണ്ടാണ്. അവന്മാര് പറഞ്ഞതാണ് പലപ്പോഴും നടന്നുകൊണ്ടിരുന്നത്. മാത്രമല്ല നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാന കാര്യം, 5 രാജ്യങ്ങൾക്ക് വീറ്റോ പവർ ഉണ്ട്. പലവട്ടം പാകിസ്ഥാൻ അവിടെ കൊണ്ടുവന്നപ്പോൾ റഷ്യയുടെ വീറ്റോകളാണ് നമ്മളെ രക്ഷിച്ചിട്ടുള്ളത് കാശ്മീർ പ്രശ്നത്തിന്. അപ്പൊ ഈ 5 രാജ്യങ്ങൾക്കും വീറ്റോ പവർ ഉള്ള 5 രാജ്യങ്ങൾക്കും, അതായത് അമേരിക്ക, റഷ്യ, ചൈന, ഫ്രാൻസ്, ബ്രിട്ടൻ, ഈ 5 രാജ്യങ്ങൾക്കും ഇതിനകത്ത് താല്പര്യക്കുറവുണ്ടെങ്കിൽ ഒരു പ്രമേയവും അവിടെ പാസ്സാവൂല എന്നുള്ളതാണ് പച്ചയായ സത്യം. UN സെക്യൂരിറ്റി കൗൺസിലിൽ ഒരു പ്രമേയവും പാസ്സാവൂല. ഇതൊന്നും അല്ലാത്ത ഏതെങ്കിലും, അതാണ് ഈ നമ്മുടെ ഇപ്പൊ ഇസ്രായേലിന് പോലും ഏറ്റവും കൂടുതൽ പാലസ്തീൻ രാഷ്ട്രം ഉണ്ടാകാതിരിക്കാൻ ഇസ്രായേലിന്റെ താല്പര്യം രക്ഷിച്ചിരുന്നത് എപ്പോഴും അമേരിക്കൻ വീറ്റോയാണ്. ഇതൊന്നും അല്ലാതെ ആഫ്രിക്കയിലെ 2 രാജ്യങ്ങൾ നടത്തുകയാണെങ്കിൽ തൽക്കാലം UN പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും യാതൊരു താല്പര്യവും ഇല്ല. അതുകൊണ്ട് ചിലപ്പോൾ നടക്കും ഈ സാങ്ഷൻസ്. ഉഗാണ്ടയും എവിടെ നല്ല ഇപ്പൊ എത്യോപ്യയിലെ ഒരു സംഭവം, ഇതൊക്കെ നടക്കുകയുള്ളൂ. കാര്യം ഇപ്പൊ പല്ലും നഖവും നഷ്ടപ്പെട്ട ഒരു സംഘടനയാണ് ഈ ഐക്യരാഷ്ട്ര സംഘടന എന്നുള്ളതാണ് ഏറ്റവും പരമമായ യാഥാർത്ഥ്യം.
അവർക്ക് സംസാരിക്കാനേ പറ്റുള്ളൂ. പിന്നെ പെർമിഷൻ കിട്ടിയാൽ മാത്രമാണ് ഒരു സൈന്യത്തിനെ സ്വരൂപിച്ച് പല രാജ്യങ്ങളിൽ നിന്ന് സൈന്യത്തിനെ സ്വരൂപിച്ച് അങ്ങോട്ട് അയക്കാൻ പറ്റുള്ളൂ. അത് ഇന്നത്തെ സാഹചര്യത്തിൽ നടക്കാൻ പോണില്ല. കാരണം ഏതെങ്കിലും എല്ലാ രാജ്യങ്ങൾക്കും ഈ 5 രാജ്യങ്ങളുമായിട്ട് ഒരു വിധത്തിലല്ലേ മറ്റൊരു വിധത്തിലുള്ള അലയൻസ് ഉണ്ട്, ബന്ധങ്ങളുണ്ട്. അപ്പൊ എനിക്ക് താല്പര്യം വരുന്ന സമയത്ത് ഒരുപക്ഷെ റഷ്യ സഹായിക്കും, വേറൊരാളുടെ കാര്യം വരുമ്പോഴത്തേക്ക് ചൈന സഹായിക്കും, ചൈന വീറ്റോ ചെയ്യും, ഇസ്രായേലിന്റെ കാര്യം വന്നു കഴിഞ്ഞാൽ അമേരിക്ക വീറ്റോ ചെയ്യും. ഇതാണ് അതിന്റെ പച്ചയായ സത്യം. അപ്പൊ ഇതുകൊണ്ടാണ് അവർക്ക് പവർ ഇല്ലാതെ പോയത്. അതായത് നമ്മൾ ആദ്യം ഒരു കോമൺ പ്രമേയം അവതരിപ്പിച്ച് പാസ്സാക്കണം. പാസ്സാക്കി കഴിഞ്ഞാലാണ് വേറെ രാജ്യങ്ങളുടെ സൈന്യങ്ങൾ, അങ്ങനെ ഇന്ത്യ ധാരാളമായിട്ട് കോങ്കോയിലോട്ട് അയച്ചിട്ടുണ്ട്, ഇവിടെ അഫ്ഗാനിസ്ഥാനിൽ സഹായമായിട്ട് പോയിട്ടുണ്ട്. ഇത് പാസ്സാക്കി എടുക്കണം. ഇതാണ് ഇതിന്റെ പ്രായോഗികമായ ബുദ്ധിമുട്ടെന്ന് പറയുന്നത്. അപ്പൊ ഐക്യരാഷ്ട്ര സംഘടന തൽക്കാലം, പ്രത്യേകിച്ച് അമേരിക്ക അതിനകത്തുനിന്ന് താല്പര്യം കുറഞ്ഞതോടുകൂടി, ഈ ക്ലൈമറ്റ് വന്നതോടെ അമേരിക്കയ്ക്ക് വലിയ പ്രശ്നമായി. കാര്യം ക്ലൈമറ്റ് കൺട്രോൾ ഏറ്റവും കൂടുതൽ പ്രശ്നമാണ്. അവർ പലപ്പോഴും പറയുന്ന ഇന്ത്യയാണ് ചൈനയാണെന്നൊക്കെ പറയുമെങ്കിലും ഈ ക്ലൈമറ്റ് കൺട്രോളിന് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു രാജ്യം അമേരിക്കൻ താല്പര്യമാണ്. അമേരിക്കൻ താല്പര്യങ്ങൾക്ക് വിരുദ്ധമാണ് പലപ്പോഴും ഈ ക്ലൈമറ്റ് കൺട്രോൾ. അതുകൊണ്ടാണ് ഈ അമേരിക്ക അതിനകത്തൊന്ന് വിട്ടു നിൽക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെയാണ് ശരിക്കുള്ള ഗ്രീൻ എനർജി. അമേരിക്കയ്ക്ക് ഗ്രീൻ എനർജിയിൽ താല്പര്യമില്ല. പ്രത്യേകിച്ച് അവിടുത്തെ ഓയിൽ ലോബി എന്ന് പറയുന്നത് അതിശക്തമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ അമേരിക്കയിലെ ഓയിൽ ലോബി എന്ന് പറയുന്നത് വളരെ വളരെ ശക്തമാണ്. അപ്പൊ അതുകൊണ്ട് അവർക്ക് ഇതിനകത്ത് കൃത്യമായ ധാരണയുണ്ട്. അവർക്ക് UN തൽക്കാലം താല്പര്യമില്ലെന്നുള്ള അവർ ഓപ്പണായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. ക്ലൈമറ്റ് എനർജി എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് പുല്ല് വിലയാണ് ഇപ്പൊ തൽക്കാലം. മാത്രമല്ല അവരുടെ ഈ കോൺസെപ്റ്റ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, തുടക്കത്തിൽ പറഞ്ഞ പോലെ, എന്താണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ലക്ഷ്യം? ലോകം ഒന്നാണ്, എല്ലാ രാജ്യങ്ങളും സഹകരിക്കണം, നിങ്ങൾക്ക് പ്രശ്നമുണ്ടെങ്കിൽ മറ്റവർ സഹായിക്കണം, അവർക്ക് പ്രശ്നമുണ്ടെങ്കിൽ ഇവര് സഹായിക്കണം. ഇങ്ങനെ പറയുന്ന സങ്കല്പത്തിൽ നിന്ന് മാറി നിൽക്കുകയാണ് ഇപ്പൊ അമേരിക്കയും ഇനി വരാൻ പോണ ഈ UK ആളുകളൊക്കെ. അവര് പറഞ്ഞ അവരവരുടെ കാര്യം നോക്കുക എന്നുള്ളതാണ്. അവിടെ എന്നിട്ട് ഇപ്രാവശ്യം ട്രംപ് UK പോയി കഴിഞ്ഞപ്പോൾ UKക്ക് ഉപദേശം കൂടെ കൊടുത്തിട്ട് വന്നാ, നിങ്ങൾ ഇങ്ങനെ ഒന്നും കൈകാര്യം ചെയ്താൽ പോരാ, ഞാൻ ചെയ്യുന്നത് പോലെ നിങ്ങൾ ബോർഡറുകൾ പ്രൊട്ടക്ട് ചെയ്യണം, ഇമിഗ്രേഷൻ ഇല്ലാതാക്കണം, പ്രശ്നങ്ങൾ ഉണ്ടാക്കണം എന്നാണ് ഉപദേശം കൊടുത്തിട്ട് പോയിരിക്കുന്നത്. ഇങ്ങനെ ഓരോരുത്തർ ഭരിക്കാൻ വന്നാൽ തൽക്കാലം സഹിക്കുക എന്നുള്ളത് മാത്രമാണ് തൽക്കാലം ഐക്യരാഷ്ട്ര സഭയ്ക്ക് ചെയ്യാൻ പറ്റുക. എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതാണ് അതിന്റെ പ്രശ്നം. എന്തായാലും ട്രംപ് UN-ൽ നടത്തിയിരിക്കുന്ന വിമർശനങ്ങൾ ലോകത്താകമാനം ചർച്ചയാവുകയാണ്. ഈ രീതിയിൽ UN-നെ ട്രംപ് വിമർശിച്ചിരിക്കുന്നു എന്നതാണ് പലരും ചർച്ച ചെയ്യുന്നത്. ഒപ്പം ട്രംപ് പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളിലും UN ഉത്തരം പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ഔദ്യോഗികമായ ഒരു വിശദീകരണം നടത്തിയിട്ടില്ല. ഇന്ന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ചർച്ചകൾ UN-ൽ പ്രമേയമൊക്കെ അവതരിപ്പിക്കുന്നുണ്ട്. അത്തരത്തിൽ വരും ദിവസങ്ങളിൽ, വരും മണിക്കൂറുകളിൽ ഏതെങ്കിലും ഈ വാർത്തയിൽ എന്തെങ്കിലും ഒരു അപ്ഡേഷൻ ഉണ്ടാവുമോ എന്നുമൊക്കെ നമുക്ക് നോക്കാം. വ്യക്തമാണ്. താങ്ക് യു വിനോദ് സർ.